എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ബ്ലോക്കുകൾക്ക് പ്രധാന കാരണങ്ങൾ റോഡുകളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ റോഡുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ കേരളത്തിലെ യാത്രാ മേഖലയിലെ പകുതി പ്രശ്നങ്ങളും തീരും. കേരളത്തിൽ ഈ നിലവിലുള്ള റോഡുകളെല്ലാം തന്നെ ആദ്യകാലത്ത് വെട്ടിയത് ഇടകഴികൾ നികത്തിയാണ്. രണ്ട് പറമ്പിൻ്റെ ഇടയ്ക്ക് ഒരു 3 അടി 4 അടിയൊക്കെ വീതിക്കൊണ്ട വെള്ളം ഒഴുകി പോകാനുണ്ടായിരുന്ന കാനകൾ നികത്തിയിട്ടാണ് ആദ്യകാലത്ത് ഈ കാളവണ്ടികളൊക്കെ പോകാൻ വേണ്ടി ചെറിയ തോതിൽ റോഡുണ്ടാക്കിയത്. ആ റോഡ് തന്നെ ഇച്ചിരിച്ച വീതി കൂട്ടി എടുത്തുകൊണ്ടായി കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട റോഡുകളെല്ലാം ഒരു ഭംഗിയില്ലാതെ ഈ ഗുണസാന്നും പറഞ്ഞ് ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. തന്നെയുമല്ല, ഈ റോഡുകൾക്കൊന്നും പാരലൽ റോഡുകൾ, മാന്യമായ വീതിയുള്ള പാരലൽ റോഡുകൾ ഇല്ലെന്നുള്ളതാണ് സത്യം. അതിലൊക്കെ പ്രധാനമായിട്ട് ഈ സ്വകാര്യ വാഹനങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് വർദ്ധിച്ചതെന്ന് ചോദിച്ചാൽ, ബസ് മേഖല തകർന്നപ്പോൾ, പൊതുഗതാഗതം തകർന്നപ്പോൾ ആളുകൾക്ക് സമയത്തെത്തണമെങ്കിൽ അവർ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് വന്നു. എന്തിനാ, നേരത്തെ എത്താം അല്ലെ സമയത്തെത്താമെന്ന് കൊണ്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഒരുമാതിരിപ്പെട്ട സ്ഥലത്ത് നമുക്കിപ്പോൾ ഒരു എയർപോർട്ടിലൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ സമയത്ത് എപ്പോൾ എത്തുമെന്ന് പറയാൻ പറ്റുകയില്ല. അതുപോലെ ബ്ലോക്കാണ് വഴി നീളം. സമയത്ത് എത്തുകയില്ല, ടെൻഷൻ വെച്ചു. അറ്റകുറ്റപ്പണികൾ സമയത്ത് നടത്താത്ത റോഡുകളും പാലങ്ങളും ആണ് നമ്മുടെ ഒരു പ്രധാന വിഷയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ ഗട്ടറുകൾ, അതുമൂലം നീണ്ട ബ്ലോക്കുകൾ. ഗട്ടറുകൾ ഉണ്ടായി കഴിയുമ്പോൾ വണ്ടിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് വരുന്ന സ്പീഡിൽ ഗട്ടറിൽ കൂടെ പോകുകയില്ല. അവൻ കയറി ഇറങ്ങി അപ്പുറത്തോട്ട് കടക്കുമ്പോഴത്തേനും സ്ലോ ആകും. പുറകെ വരുന്ന വണ്ടി എല്ലാം കൂടെ ബ്ലോക്കാകും. വാട്ടർ അതോറിറ്റി ആണേലും വിവിധ ടെലികോം ഏജൻസികളാണേലും ഇവന്മാരെല്ലാം മാന്തി പറിച്ച് വെച്ചിട്ട് പോകും. സമയത്തൊരു പണിയും തീർക്കില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരാദ്യമേ PWDയോടോ അല്ലെ പഞ്ചായത്തിനോടോ ഒക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ മാന്തിക്കൊണ്ട് പോകാനുള്ള പെർമിഷൻ മേടിച്ചിട്ട് അത് തിരിച്ച് റിപ്പയർ ചെയ്യാനുള്ള പണമൊക്കെ അടച്ചു കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഇവന്മാരുടെ കാര്യം കഴിയുമ്പോൾ കേബിൾ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്മാരത് മൂടി ഇട്ടിട്ടങ്ങ് പോകും. പഞ്ചായത്താണേലും PWD ആണേലും പണം കിട്ടിയെങ്കിൽ പോലും അതിൻ്റെ ബാക്കി പണികളോട്ട് ചെയ്യുകയില്ല. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാലടി പാലത്തെ കൂടെ നിങ്ങൾ ഈ അടുത്ത കാലത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ? ഈ പാലത്തിലോട്ട് കയറുന്നിടത്തും പാലത്തു നിന്ന് ഇറങ്ങുന്നിടത്തും വലിയ കിണർ പോലത്തെ കുഴികളാണ്. ഈ കുഴികളിൽ പെട്ട് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ചെറിയ കാറൊക്കെ അതിനകത്ത് പെട്ടുപോയത് തന്നെയാണ്. പരിചയക്കുറവുള്ള ഡ്രൈവർമാരാണെങ്കിൽ പറയുകയും വേണ്ട. അതുകൊണ്ട് എന്തു വേണ്ടി, കാലടി പാലത്തിലൊക്കെ ദീർഘനേരം ബ്ലോക്കാണ്. അനേക MLA-മാരും MP-മാരും അകത്തെ കൂടെ ദിവസവും കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അകത്തെ കൂടെ കടന്നു വരുമ്പം ഒരു MLA-യുടെ വണ്ടിയും ഒരു MP-യുടെ വണ്ടിയും ഈ ബ്ലോക്കിനകത്ത് നിൽപ്പുണ്ട്. നമ്മൾ ആ പാലത്തെ കയറി നിൽക്കുമ്പോണ്ടല്ലോ, വണ്ടികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പാലം ഇങ്ങനെ കുലുങ്ങുന്നത് നമുക്കറിയാം. കാലടി പാലം അപ്പുറത്ത് പാലം പണിയുന്നുണ്ട്. എത്ര കൊല്ലമായി പണി തുടങ്ങിയിട്ടൊന്ന് ദൈവത്തിനറിയാം. ഇനി എത്ര കൊല്ലം കൊണ്ട് തീരുമെന്നും ദൈവത്തിനറിയാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങി നിന്നിട്ട് ഇതുങ്ങാനും ഇടിഞ്ഞ് താഴോട്ടെങ്ങാനും പോയാൽ ആയിരക്കണക്കിന് ആളുകൾ ചിലപ്പോൾ മരിച്ചെന്ന് വരും. ബസ്സൊക്കെയാണ് പോകുന്നത്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഈ ലോങ് പോകുന്ന അറേഞ്ച് ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ കാറുകളും ഈ എയർപോർട്ടിലോട്ട് പോകുന്ന വണ്ടികളും വരുന്ന വണ്ടികളും ഇതെല്ലാം എപ്പോഴും പാലത്തെ നിറഞ്ഞു നിൽക്കുക. ആ പാലമാണ് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നത്. കാലങ്ങളായിട്ട് ഒരു നടപടിയില്ല. കിണർ പോലത്തെ കുഴികൾ. എന്നാൽ നിസ്സാരമായിട്ട് ഇത്തരത്തിൽ ഈ കുലുങ്ങുന്നവനും ബ്ലോക്കിൽ കിടക്കുന്നവരും MLA-ക്കോ MP-ക്കോ ഒക്കെ മനസ്സ് വെച്ചാൽ എന്നാ വേണം? നിസ്സാരമായിട്ട് അത് അവിടെ ഒന്ന് താറിയിക്കാൻ മേലെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലോ ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ നിലവിലുള്ള PWD ഓഫീസിലോട്ടൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരു ടെൻഡർ വിളിച്ച് ആ കുഴികൾ എന്നാ നടത്താൻ വേണ്ടിയിട്ടാണോ? ഇതൊന്നും ഇവന്മാർ ചെയ്യലെന്നുള്ളതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാ കിലോമീറ്ററുകൾ നീളുന്ന ബ്ലോക്ക്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാലടി പാലത്തിലോട്ട് എന്നാൽ മതി, ഇത് കൃത്യമായിട്ട് കാണാം. ഗതാഗത മന്ത്രിയോടും കൂടെ പ്രത്യേകിച്ചൊന്ന് പറയട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും സമയം പോലെ ആ പാലത്തെ കൂടെ ഒന്ന് കയറി ഇറങ്ങി പോകണം. കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു പാലമാണ്. അതിൻ്റെ അപ്പുറമുള്ള കുഴികൾ എമർജൻസി ആയിട്ട് ഒരു ടെൻഡർ വിളിച്ച് കോൺട്രാക്ടറെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് ഒറ്റ ദിവസം അല്ല 2 ദിവസം കൊണ്ട് തീർക്കാവുന്ന കേസേ ഉള്ളൂ. ആ ബ്ലോക്ക് പകുതി മുക്കാലും മാറും. ഇനി ഇതുപോലെ ഒരു പ്രധാന കളിയാണ് ഈ റോഡ് കയ്യേറ്റം. അത് ഈ പ്ലാറ്റ്ഫോം കച്ചവടക്കാരും ഉണ്ട്, തട്ടുകടക്കാരും ഉണ്ട്. ഒരു ദിവസം ഇച്ചിരി കയറ്റി വെച്ചു, പിറ്റേ ദിവസം ഇച്ചിരി കയറ്റി വെച്ചു, പിറ്റേ ദിവസം ഇച്ചിരി കയറ്റി വെച്ചു. ഇങ്ങനെ കയറി വഴി നീളം ബ്ലോക്ക്. ഇതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞാലേ ഇത് സുഗമമായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഈ അടുത്ത കാലത്ത് പാലാരിവട്ടം പാലത്തിൻ്റെ അടുത്ത് ഭയങ്കരമായി ബ്ലോക്ക് ഉണ്ടായിരുന്നത് മെട്രോമാൻ വന്ന് നിസ്സാരമായിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്ന രീതിയിലൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചാൽ മതി. അതുണ്ടാക്കി ഇപ്പോൾ അതിലൂടെ ഈസി ആയിട്ട് വണ്ടി പോകുന്നുണ്ട്. അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അറിയാവുന്നവരെ വിളിക്കണം. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ തലമണ്ടയ്ക്കകത്ത് PWD ഉദ്യോഗസ്ഥന്മാരുടെ തലമണ്ടയ്ക്കകത്ത് കാളിമണ്ണ് മാത്രമേ ഉള്ളൂ. അറിയാവുന്ന ആമ്പിള്ളേരെ വിളിക്കണം. ഇനി ഇതിൻ്റെയൊക്കെ പരിഹാരം എന്നതാ? ഒന്നാമത്തെ പരിഹാരം എന്ന് പറഞ്ഞാൽ വളവില്ലാത്ത വീതി കൂടിയ റോഡുകൾ ഇനി നിർമ്മിച്ചേ പറ്റുള്ളൂ.
ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ മലയിടിക്കാനും ഏറ്റവും കൂടുതൽ പാറ പൊട്ടിക്കാനും പറ്റുന്ന വഴി സ്ഥലം എവിടെയാണോ അതിലൂടെ റോഡ് പണിയാൻ ഇവന്മാർക്ക് ഉത്സാഹം. കാരണം കമ്മീഷൻ കൂടുതൽ കിട്ടും. എന്നാൽ അങ്ങനെയല്ലാതെ വളരെ ലളിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെ വീതി കൂടിയ റോഡുകൾ വെട്ടണം. ജംഗ്ഷനുകളിൽ എലിവേറ്റഡ് ഹൈവേകൾ വേണം. അത് റോഡ് പണിയുമ്പോൾ തന്നെ പണിയണം. ഇപ്പോൾ കണ്ടോ, ഹൈവേയിൽ ആ അങ്കമാലി തൊട്ട് നമ്മളങ്ങോട്ട് പാലക്കാടൻ റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ മുഴുവൻ കുത്തിപ്പറിച്ചിട്ടിരിക്കുക. എലിവേറ്റഡ് ഹൈവേകൾ ഉണ്ടാക്കണം എന്നുള്ളത് ഇവന്മാർ ഇത് പണിതപ്പോൾ ഓർത്തില്ല. ഇപ്പം നാട്ടുകാരൻ കിടന്ന് പെടാപ്പാട് വിടുക. അതുപോലെ എക്സ്പ്രസ് ഹൈവേകൾ നമുക്ക് വേണം. നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് വടക്കേ അറ്റത്തേക്ക് ഒരു 8 ലൈനോ 10 ലൈനോ സ്ട്രെയിറ്റ് ആയ ഒരു ഹൈവേ വെട്ടിയേ മതിയാവൂ. അല്ലാതെ ഇത് മുന്നോട്ട് പോവുകയല്ല. ഇതുപോലെ വാഹനങ്ങളാകുമ്പോൾ നമുക്കിതിനെ താങ്ങാൻ പറ്റുകയില്ല. അടുത്ത ഒരു 100 വർഷം എന്നാ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ട ഏതാണ്ടൊക്കെ കണ്ടു പണിയാൻ പറ്റും. അങ്ങനെ പണിയണം. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടല്ലോ, മോൻസിൻ്റെ ഒരു ബൈപ്പാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അറിയോ? നിങ്ങൾ ഈ മാങ്ങാണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്? അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാങ്ങാണ്ടി പോലെയാണ് മോൻസിൻ്റെ ബൈപ്പാസ് ഇരിക്കുന്നത്. ഇതുപോലെ ഒരു വെറും കെട്ട ബൈപ്പാസ് പാലാ ടൗണിലുണ്ട്. അതും ഇങ്ങനെ ഇഷ്ടക്കാരെ എല്ലാം ഒഴിവാക്കി വളഞ്ഞ് അവസാനം ചെന്നൊരുമാതിരി അരിവാൾ പോലെയാണ് കൊണ്ട് അവസാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതുവരെ അത് പരിഹരിച്ചിട്ടില്ല. ഈ പ്രധാന നഗരങ്ങളിൽ കയറി ഇറങ്ങാതെ ദീർഘദൂര യാത്രക്കാർക്ക് പോകാൻ ബൈപ്പാസ് റോഡുകൾ ഉണ്ടാക്കണം. അത് അങ്ങ് കടന്നു പൊക്കോളൂ. അതിലൂടെ അവർക്ക് ടൗണിൽ കയറി കിടന്ന് ചുറ്റും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ പട്ടണത്തുങ്ങൾക്ക് ചുറ്റും റിംഗ് റോഡുകൾ, അങ്ങനെ റിംഗ് റോഡുകൾ ഉണ്ടാക്കി പൂർത്തീകരിക്കണം. പാലായിലെ റിംഗ് റോഡ് ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പല പാലങ്ങളും ഇങ്ങനെ പട്ടിമുള്ളാൻ നിൽക്കുന്ന പോലെ നിൽക്കുക. അത് തീരുകരുത്. പണി തീർന്നാലല്ല പറ്റുള്ളൂ. എന്നാൽ അതിന് നമ്മൾ ചിന്തിക്കുമ്പം പത്തനംതിട്ടയും തൊടുപുഴയൊക്കെ ഏതാണ്ട് ഒരു മാതൃകളാണ്. പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പത്തനംതിട്ടയിലും തൊടുപുഴയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് വലിയ ബ്ലോക്കിലൊന്നും പെടാതെ ഇറങ്ങിപ്പോകാനുള്ള വഴികളുണ്ട്. അപ്പോൾ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സ് വെച്ചാൽ ചെയ്യുകയും ചെയ്യാമല്ലോ. എന്നാൽ എറണാകുളത്ത് അതുപോലെ ഒട്ടും സംവിധാനങ്ങളില്ല താനും. അടുത്തത് പറയാനുള്ളത് റോഡുകൾ വെട്ടുമ്പോൾ ഈ റോഡുകളുടെ 2 സൈഡിലും നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണം. എന്തിനാ? മഴവെള്ളം പോകാനുള്ള സംവിധാനം വേണം. ഈ വിവിധ ഏജൻസികളുടെ അല്ലെങ്കിൽ ടെലികോം കമ്പനികളുടെ കേബിളുകൾ ഒക്കെ കടന്നു പോകാൻ യൂട്ടിലിറ്റി ഡക്ട്സ് ഉള്ള ഓടകൾ ഉണ്ടാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മുന്നിലോട്ട് കറണ്ട് കേബിൾ ഈ കമ്പിയെ കൂടെയും പോസ്റ്റേ കൂടെയും ഒന്നും അല്ല കൊണ്ടുപോകേണ്ടത്. അതെല്ലാം കേബിളുകളായിട്ട് മണ്ണിനടി കൂടെ കൊണ്ടുപോകണം. ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡ് പോസ്റ്റിൻ്റെ മണ്ടേ കൂടി ഒരു 3 കേബിൾ വീതം വലിച്ച് കയറ്റുന്നുണ്ട്. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വരും. പല ഇലക്ട്രിസിറ്റി ഓഫീസുകളുടെ മുറ്റത്തും ഇത് കൂട്ട് നേരത്തെ കൊണ്ട കയറ്റിയതെല്ലാം ഉരുകി പറഞ്ഞത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് വെറും ലോക്കൽ സാധനം മേടിച്ച് വലിച്ചു കയറ്റുന്ന. അങ്ങനെ അല്ലാതെ ഇതിൻ്റെ മണ്ടേ കൂടെ പോസ്റ്റിൻ്റെ മണ്ടേ കൂടെ പോകാതെ ഇത് കൃത്യമായ റോഡിൻ്റെ സൈഡിൽ കൂടെ കൃത്യമായ ഡക്റ്റുകൾ ഉണ്ടെങ്കിൽ, പുതിയ റോഡ് പണിയുന്നിടത്തേലും ഉണ്ടെങ്കിൽ അതിലൂടെ കൊണ്ടുവന്ന് കേബിളെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തുമാത്രം നല്ലതാണ്. അങ്ങനെ അതിനുള്ള സംവിധാനം കൂടെ കൂട്ടി വേണം ഇനി ഓടകളൊക്കെ സൈഡിലേക്ക് ഉണ്ടാക്കാൻ, യൂട്ടിലിറ്റി ഡക്ട്സ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ബസ്സുകൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകാർക്ക് അത് വലിയ സൂക്കേട്. ഒരുത്തൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ഒരുത്തൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. 2 പേരുടെ കൊണ്ട് ഇങ്ങനെ കട്ടക്കങ്ങ് വെക്കും. പിന്നെ ഡ്രൈവർമാർ തമ്മിൽ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക. പുറകെ വരുന്ന വണ്ടിക്കാരനും ഇപ്പുറത്തെ വണ്ടിയുടെ പുറകെ വരുന്നവരും ഇങ്ങനെ നിൽക്കുക. അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവർ പോകും. ഇത് പറ്റിയല്ല. ഇതിന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു പരിഹാരമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ റോഡിൻ്റെ ഇടതുവശത്തേക്ക് അല്ലെ വലതുവശത്തേക്ക്, അതോ നമ്മുടെ ഇന്ത്യയിലെ രീതി അനുസരിച്ച് ഇടതുവശത്തോട്ട് വരുന്ന റോഡിൽ നിന്നും ഇടത്തോട്ട് കയറി ബസ് മാന്യമായിട്ട് ഒതുക്കി നിർത്തി ആളിനെ ഇറക്കുകയോ കയറ്റുകയോ വർത്താനം പറയുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാൻ അവർക്കവിടെ സമയമുണ്ട്. അത് കഴിഞ്ഞ് വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിൽ ഇറങ്ങി വേറെ വണ്ടി ഇല്ലെങ്കിൽ കയറി അങ്ങ് പോകാം. ഇവിടെ ഇപ്പോൾ ഇതങ്ങനെയല്ലോ. പോകുന്ന ബസ്സുകാരൻ റോഡിന് നടുക്ക് കൊണ്ട് നിർത്തും. അപ്പുറത്തുനിന്ന് വരുന്ന ഒരുത്തൻ അവിടെയും കൂടെ കൊണ്ട് നിർത്തിയാൽ പറയുകയും വേണ്ട. ഇങ്ങനെയാണ് ഇത്. ബസ് വേകൾ പണിതാലേ ഈ പ്രശ്നം തീരുള്ളൂ. മുന്നോട്ടെങ്കിലും ഇത് ഉണ്ടാക്കണം. അതുപോലെ ട്രാഫിക് ഇൻ്റലിജൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. മംഗലാപുരത്തൊക്കെ ഇത് നടപ്പാക്കിയിട്ടുണ്ട്. ഈ പാലാരിവട്ടം പാലത്തിൻ്റെ കീഴിൽ മെട്രോമാൻ വന്ന അതിൻ്റെ ഒരു ചെറുപതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളം മുഴുവൻ ആക്കിയേ പറ്റുള്ളൂ. ഈ ബ്ലോക്കുകളുള്ള ജംഗ്ഷനുകളിലൊക്കെ ഈ മെട്രോമാനെ പോലെ വിവരമുള്ള അല്ലെങ്കിൽ അതുപോലെ അറിയാവുന്ന ആളുകളെ വിളിച്ച് ശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയാൽ അത് കൃത്യമായിട്ട് റൂട്ടുകളിൽ കൂടെ വന്ന് ബ്ലോക്കുകളില്ലാതെ അങ്ങ് കടന്നു പോയിക്കോളും. അതിനുള്ള നടപടികൾ എടുത്തേ പറ്റുള്ളൂ. അതുപോലെയുള്ളത് ഈ ആവശ്യമില്ലാത്ത ബമ്പുകളും ഡിപ്പുകളും കുഴിയും ഇങ്ങനെ പോവുകയും. ഈ അടുത്ത കാലത്ത് വേറൊരു സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്. റോഡിലോട്ട് ഇങ്ങനെ ഫുൾ വീതിക്ക് ഒരടിയോളം വീതിയിൽ ഒരു 3 ഇഞ്ച് കനത്തിൽ മഞ്ഞ കളറുള്ള ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതുകൊണ്ട് 8, 10, 12 എണ്ണം ഉണ്ടാക്കി വെക്കുന്നത്. ഇത്തലോട്ട് കയറി കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ കിട്ടാന്ന് ഇടിച്ച് അപ്പുറത്ത് പോവുള്ളൂ.
എൻ്റെ ഒരു സ്നേഹിതന് ഈടെ പറയാം, ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുത്തിക്കെട്ടൊക്കെ അങ്ങോട്ട് ഉറയ്ക്കുന്നതേ ഉള്ളൂ, കുത്തിക്കെട്ട് എടുത്ത് കളഞ്ഞു, പക്ഷേ ഉറയ്ക്കുന്നതേ ഉള്ളൂ, അവിടുന്ന് ആ തയ്ച്ച ഭാഗം വിട്ടുപോയി, ഇത്തക്കൂടെ കയറി. അത് പാലായിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. എന്നിട്ട് അതിൻ്റെ 3-4 വീഡിയോയും എനിക്ക് എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞ് ദയവ് ചെയ്ത് ഇവിടെ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ട് ഈ പണ്ടാരം ഒന്ന് എടുത്ത് കളയാൻ പറ. ആകെ ഇത്ര നീളത്തിലെ നീളം റോഡുള്ളൂ. ബ്ലോക്കിനകത്ത് നിന്ന് ചാടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതായത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കാമെന്ന അവന്മാർ ചിന്തിക്കുന്നത്. ഈ ബ്ലോക്കിനകത്തെല്ലാം കിടന്ന് ഒരു തരത്തിൽപ്പെട്ട് ശകലം അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിയുമ്പം ഈ സാധനം കൊണ്ടു വെച്ചിരിക്കുക. ഇനി മണ്ടത്തരം അറിയാവോ, ഈ സാധനത്തെ കയറി വണ്ടി കിടുകിടുകിടുകിടുകിടെന്ന് അടിച്ച് അപ്പുറത്തോട്ട് കടക്കുന്നതിന് തൊട്ട് കീഴെ കൊണ്ടൊരു ക്യാമറയും വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടിക്ക് വല്ല സ്പീഡ് വല്ലതും കിട്ടുമോ? സ്പീഡിന് വല്ല പൈസയും മേടിക്കാൻ കിട്ടുമോ? അതുമില്ല. അപ്പോൾ ഇത് എന്നാത്തിനാണ് വെക്കുന്നെന്ന് പോലും ഈ കാലമാടന്മാർക്ക് അറിയത്തില്ലെന്നുള്ള സത്യം. ഇനി അടുത്തത്, ഈ കാട് പിടിച്ച് കിടക്കുന്ന സൈൻ ബോർഡ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും തിരിയണമെന്നുണ്ടെങ്കിൽ ഒരു സൈൻ ബോർഡ് ഇല്ലെന്നുള്ളതാണ്. ഉള്ളത് പള്ളയൊക്കെ പിടിച്ച് ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുക. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് KSEB അവർ കുറച്ച് ചാർജിങ് സ്റ്റേഷനുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പല ചാർജിങ് സ്റ്റേഷനുകളിലും കാട് പിടിച്ച് കിടക്കുക. എവിടെ അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. KSEB അതൊക്കെ വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ സൈൻ ബോർഡുകളൊന്ന് കൃത്യമാക്കി വെക്കാമെങ്കിൽ വരുന്ന വണ്ടിക്കാർ, പരിചയമില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഈ ദൂരെ നിന്നൊക്കെ ഓടി വരുന്ന ലോറികൾ, അവർക്ക് ഈ ബോർഡൊക്കെ നോക്കി പോകാൻ പറ്റുന്നില്ലെങ്കിൽ, ബോർഡുകളില്ലെങ്കിൽ പിന്നെ അവർ എതിലോടെങ്കിലും കയറിക്കഴിഞ്ഞാൽ അവസാനം പിന്നെ അത് ചെന്ന് കഴിഞ്ഞാൽ വലിയ ബ്ലോക്കുകൾ ഉണ്ടാക്കും. ഇത് പരിഹരിക്കണമെങ്കിൽ ഈ ബോർഡുകളെല്ലാം കൃത്യമായിട്ട് പരിപാലിച്ചേ മതിയാവും. അതുപോലെ പറയേണ്ട വേറൊരു കാര്യമാണ് അശാസ്ത്രീയമായ ഡ്രൈവിംഗ് രീതി. വരി തെറ്റിച്ചങ്ങ് കയറി ചെല്ലുക. 10, 30, 40 കാർ ഇങ്ങനെ ലൈൻ നിൽക്കുമ്പം ചില മിടുക്കന്മാരും ചില പ്രൈവറ്റ് ബസ്സുകാരും, ട്രാൻസ്പോർട്ട് ബസ്സുകാരും മോശമല്ല, ചില ഓട്ടോറിക്ഷക്കാരും ഒക്കെ അങ്ങോട്ട് കയറി ചെല്ലും. അവസാനം ആ പ്രദേശം മുഴുവൻ ബ്ലോക്കാകും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ തൊട്ട് പഠിപ്പിച്ചുകൊണ്ട് വരേണ്ട കാര്യമാണ് സാമാന്യ മര്യാദ എന്നതെന്ന്. അങ്ങനെ സാമാന്യ മര്യാദ ഇല്ലാത്തവന്മാരെ തൽക്കാലം നിയമപരമായി പിടിക്കുക തന്നെ വേണം. അതിന് നല്ല മാന്യമായ പെനാൽറ്റി എഴുതി കൊടുക്കേണ്ടതാണ്. അതുപോലത്തെ പ്രധാന ഒരു കാര്യമാണ് ഈ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത്. പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ വഴിയുടെ സൈഡിലെല്ലാം വണ്ടി ഇട്ടിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു, പല ബാങ്കുകളുടെ മുമ്പിലും 5 or 6 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ സ്റ്റാഫുകൾ രാവിലെ ഒരു 8:30 ആകുമ്പം വരും. അവന്മാരെന്നാ കാണിക്കും, അവന്മാരുടെ വണ്ടി അങ്ങോട്ട് കയറ്റി തിരികെ അങ്ങ് വെക്കും. ഇത് വൈകുന്നേരം രാത്രി 12 മണി ആയാൽ പോലും പല ബാങ്കിൻ്റെയും മുമ്പിൽ പാർക്ക് ചെയ്തേക്കുന്ന വണ്ടികൾ, സ്റ്റാഫിൻ്റെ വണ്ടി പോവുകയില്ല. ഉദാഹരണത്തിന് HDFC, ICIC, കൊട്ടക് മഹീന്ദ്ര, ആക്സിസ് ബാങ്ക്, ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകളുടെയൊക്കെ മുമ്പിൽ അവൻ്റെ സ്റ്റാഫ് തന്നെ കൊണ്ടേ അങ്ങോട്ട് ഇടുക. സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് മാത്രമേ ഉള്ളൂ കൃത്യം 5 മണിയാകുമ്പം, ചിലപ്പോൾ കാനറ ബാങ്കും കാണും. 5 മണിയാകുമ്പോൾ സ്റ്റാഫ് അടച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ വണ്ടി പോകുമ്പോൾ വേണമെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് ചെല്ലാം. എന്നാത്തിനാണ് ചെല്ലുന്നത് നമുക്കറിയത്തില്ല. നമുക്ക് ഏതെങ്കിലും ബാങ്കിൽ പോകണമെന്നും പറഞ്ഞ് രാവിലെ 7:30 ആകുമ്പോൾ വണ്ടി അവിടെ കൊണ്ടിടാൻ പറ്റുമോ? അതും പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഇനിയെങ്കിലും പുതിയ കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുമ്പം, വലിയ കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുമ്പം അതിന് പാർക്കിങ്ങിന് ആവശ്യത്തിനുള്ള പാർക്കിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ, അത് വരുന്ന കസ്റ്റമേഴ്സിനുള്ള പാർക്കിംഗ്, സ്റ്റാഫിനുള്ള പാർക്കിംഗ് അവർ വേറെ എവിടെയെങ്കിലും എടുത്ത് കൊടുത്തോട്ടെ, കസ്റ്റമേഴ്സിനുള്ള പാർക്കിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ പെർമിറ്റ് കുറേയും കൂടെ നഗരത്തിന് വെളിയിലുള്ള സ്ഥലത്ത് കൊണ്ടേ കൊടുക്കാവുള്ളൂ. ആവശ്യത്തിന് സ്ഥലമുള്ളിടത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇപ്പോൾ എറണാകുളത്തൊക്കെ ആണെങ്കിലും ആ മെട്രോ പാലത്തിൻ്റെ കീഴിലൊക്കെ എന്തുമാത്രം സ്ഥലം ചുമ്മാതെ കിടപ്പുണ്ട്. അവിടെയൊക്കെ കുറേ സ്വകാര്യ വ്യക്തികൾക്ക് ചെറിയ ചില പീസുകളായിട്ട് ടെൻഡർ കൊടുത്താൽ അവിടെ പാർക്കിംഗ് നടന്നോളും. വീതി കുറഞ്ഞിടത്ത് ബൈക്കിനാണേലും ബാക്കിയുള്ളത് കാറിനാണല്ലോ ഒക്കെ പാർക്കിംഗ് പറ്റും. അതുപോലെ സർക്കാരിനൊരു വരുമാനം കിട്ടും, ജനങ്ങൾക്ക് കുറേ പ്രശ്നവും തീരും. ഇനി റോഡുകൾ പണിയുമ്പോൾ, ഈ എല്ലാ കൊല്ലവും കേരളത്തിൽ റോഡ് പണിയുന്ന ഈ മഴക്കാലം കൂട്ടിയാണല്ലോ. ഈ മഴക്കാലം കൂട്ടി പണിയുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റോഡുകൾ നിലനിൽക്കണമെങ്കിൽ മഴവെള്ളം കൂടെ വീണാലേ ഇത് ഉറയ്ക്കുള്ളതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയൊക്കെ ധരിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ 20 വർഷം മുതൽ 60 വർഷം വരെ വാറണ്ടിയുള്ള റോഡുകളുണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെയും കൊണ്ടുവരണം. ഒറ്റ പ്രാവശ്യം റോഡ് താറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 20 വർഷം കഴിഞ്ഞ് അടുത്ത താറിങ്ങെങ്കിൽ 20 വർഷത്തിന് നാട്ടുകാരൻ കുഴി കൂടെ ചാടണ്ടല്ലോ. ഇച്ചിരി കാശ് കൂടുതൽ കൊടുക്കണം. അതുപോലെ പുതിയ കെട്ടിടങ്ങൾ പണിയുമ്പോഴും ഇനി ബാങ്കുകൾക്ക് പോലും പുതിയ പെർമിറ്റുകൾ, ബാങ്കുകൾക്കുള്ള കെട്ടിടങ്ങൾക്കൊക്കെ ആണെങ്കിൽ ആവശ്യത്തിനുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നഗരങ്ങളിലില്ലെങ്കിൽ അങ്ങനത്തെ കെട്ടിടങ്ങൾ ബാങ്കുകൾക്ക് കൊടുക്കേണ്ട. ബാങ്കുകളൊക്കെ നഗരത്തിന് വെളിയിലോട്ട് പോട്ടെ. വലിയ തിരക്കില്ലാത്ത സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഇപ്പോൾ എല്ലാ സംവിധാന സാഹചര്യങ്ങളും വാഹനങ്ങളും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നഗരങ്ങളിൽ നിന്ന് ശകലം പുറത്തോട്ട് ചെന്നുള്ളൂ. ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് എല്ലാവരും ചെന്ന് അതിനോടങ്ങ് ഇണങ്ങിക്കോളും. ഇപ്പോൾ കണ്ടിട്ടുണ്ടോ, പല പ്രസ്ഥാനങ്ങളും തിരക്കുകളിൽ നിന്ന് മാറി വെക്കുമ്പോൾ
അവിടെ തിരക്കിലിരിക്കുന്നതിനേക്കാളും വ്യാപാരം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വക പ്രശ്നങ്ങളെല്ലാം കൂടെ പരിഹരിച്ചാൽ മാത്രമേ, ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ പരിഹരിച്ചാൽ മാത്രമേ റോഡുകളിലെ ബ്ലോക്കും യാത്രകളുടെ മടുപ്പും മാറുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.